കൊച്ചി മുനമ്പത്ത് നടക്കുന്നത് ഭൂജിഹാദ് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. ഡൽഹിയിലടക്കം രാജ്യത്തിൻ്റെ പല മേഖലകളിലും വഖഫ് നിയമത്തിൻ്റെ മറവിൽ ഭൂജിഹാദ് നടക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയമങ്ങളെന്ന ആവശ്യം വീണ്ടും ഉയർന്നു വരുന്നു. അതിരുകളില്ലാത്ത അധികാരം ന്യൂനപക്ഷങ്ങൾക്ക് നൽകാനാവില്ല എന്നും സുപ്രീം കോടതി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണെന്നും VSP ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ ഡൽഹിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നമുക്കറിയാം ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ ഈ അധിനിവേശം കേരളത്തിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ ഇത് വലിയ വിഷയമായി കഴിഞ്ഞു. ജനകീയ സമരമായി തന്നെ ഇത് ഉയർന്നു വരുന്നു. ഇപ്പോൾ കൊച്ചി മുനമ്പത്തെ വിഷയമാണ്. VSP വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ നേതൃത്വം തന്നെ ഇത് ഭൂജിഹാദാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, മുനമ്പത്തെ വിഷയം മാത്രമല്ല, കേരളം മുതൽ ജമ്മു കാശ്മീർ വരെ ഇത്തരത്തിൽ വഖഫ് നിയമത്തിൻ്റെ മറവിൽ ഭൂമികൾ കയ്യേറുന്നതായാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മുനമ്പത്തടക്കം നടക്കുന്നത് അത് ഭൂജിഹാദിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് മുനമ്പത്ത് മാത്രമല്ല, ഡൽഹിയിലും ഗുരുഗ്രാമിലുമെല്ലാം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുരുഗ്രാമിന് സമീപം ഒരു വലിയ പാർക്ക് തന്നെ കയ്യേറുവാനുള്ള ശ്രമമുണ്ടായി. കോൺഗ്രസ് സർക്കാരായിരുന്നു ഇതിനെല്ലാം വളം വെച്ച് നൽകിയത്. കോൺഗ്രസ് സർക്കാർ ഇതെല്ലാം വഖഫ് ഭൂമിയാണെന്ന് അവരോട് സമ്മതിച്ചു എന്നുള്ളതാണ് പ്രധാനമായും വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. അതായത് കഴിഞ്ഞ 2023 ജനുവരി മുതൽ ഇക്കഴിഞ്ഞ ആഴ്ച നടന്ന ഛട്ട് പൂജ വരെ ഏതാണ്ട് 300-ലധികം അക്രമങ്ങൾ ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉണ്ടായി. പ്രത്യേകിച്ച് ഹൈന്ദവ ആഘോഷങ്ങൾക്ക് നേരെയാണ് ഇത്തരം അക്രമങ്ങൾ ഉണ്ടായത്. ദീപാവലി അടക്കമുള്ള ആഘോഷങ്ങൾ ആക്രമിക്കപ്പെട്ടു. അതേപോലെ തന്നെ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി തെരുവുകളിൽ വിളക്ക് കത്തിക്കാൻ സമ്മതിച്ചില്ല. കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നതിനെ പോലും ചോദ്യം ചെയ്തു. അങ്ങനെ വളരെ സംഘടിതമായ അക്രമങ്ങളായിരുന്നു ഇത്തരം ഹൈന്ദവ ആഘോഷങ്ങൾക്ക് നേരെയും പൂജകൾക്ക് നേരെയും രാജ്യത്തുടനീളം ഉണ്ടായത്. മാത്രമല്ല, ഹൈന്ദവ സ്ത്രീകൾ കൃത്യമായി ആക്രമിക്കപ്പെടുന്നു. ഇതെല്ലാം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിച്ചു. കൃത്യമായി അടിവരയിടുന്നത് ഇതെല്ലാം ജിഹാദി പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇതെല്ലാം അരങ്ങേറുന്നത് എന്നുള്ളതാണ്. വഖഫ് ബോർഡിന് അനിയന്ത്രിതമായിട്ടുള്ള അധികാരം നൽകിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മാത്രമല്ല, ഇത്തരം ആഘോഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അത് ചില രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ചോദ്യം ചെയ്തില്ല. വോട്ട് ബാങ്കിൻ്റെ മറവിൽ അവരെ സംരക്ഷിക്കുന്നു എന്നുള്ള നിലപാടും വിശ്വ ഹിന്ദു പരിഷത്ത് വ്യക്തമാക്കുന്നു. ഇതിനെല്ലാം ഉപരി കേരളത്തിലെ നടന്ന ഒരു സംഭവം, അല്ലെങ്കിൽ മല്ലു ഹിന്ദു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെ തുടർന്ന് ഗോപാലകൃഷ്ണൻ IAS എന്നുള്ള IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ആ സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയെയും വിശ്വ ഹിന്ദു പരിഷത്ത് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ചില മുസ്ലിം ഉദ്യോഗസ്ഥർ അവർ അവിഹിതമായ പല സംഭവങ്ങളും നടത്താറുണ്ട്. അതേപോലെ തന്നെ നിയമപരമല്ലാത്ത കാര്യങ്ങളിൽ ഇവർ ഏർപ്പെടാറുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. ഇത്തരം നടപടികളെല്ലാം ഏകപക്ഷീയമാണ് എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ദേശീയ നേതൃത്വം ഇത്തരം സംഭവങ്ങൾ, അതായത് രാജ്യത്തുടനീളം നടക്കുന്ന ഇത്തരം ജിഹാദി അക്രമങ്ങൾ അത് ചെറുത്തു തോൽപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയും ഹിന്ദു സമൂഹം ഒന്നിക്കേണ്ടതിൻ്റെ അനിവാര്യതയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വിനോദ്, തീർച്ചയായും രാജ്യവ്യാപകമായി, കേരളത്തിൽ അടക്കം രാജ്യവ്യാപകമായി വഖഫ് ബോർഡ് നടത്തുന്ന ഇത്തരം കയ്യേറ്റം അധിനിവേശത്തിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്താണ് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വഖഫ് ബോർഡ് നടത്തുന്നത് വലിയ കയ്യേറ്റം തന്നെയാണ് എന്നുള്ള നിലയിലാണ്, ഭൂജിഹാദാണ് നടക്കുന്നത് എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നിലപാട്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.